മന്ത്രി ശശീന്ദ്രൻ രാജിവെക്കണം. സ്വയം ഒഴിവാകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി അയാളെ പുറത്താക്കാൻ തയ്യാറാകണം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണത്തെ കയ്യിൽ കെട്ടി നോക്കി നിൽക്കുന്ന ഒരു വനമന്ത്രിയെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട. മൃഗങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വനമന്ത്രിയെ കർഷകർക്ക് വേണ്ട. കർഷകർ സംഘടിക്കണം. കാർഷിക മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങൾ അത് ഏത് തന്നെയായാലും അതിനെ ഉന്മൂലനാശം നടത്തണം. നിയമത്തെ പിടിച്ച് കഥകടച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതുപോലെയുള്ള നിയമങ്ങൾ ആർക്കു വേണ്ടിയാണ്? ചില വ്യക്തികളുടെയും ഭരണ നേതൃത്വത്തിലുള്ളവരുടെ താല്പര്യങ്ങൾക്ക്, അവർക്ക് വേണ്ടി, അവരുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ അത് ജനദ്രോഹമാണെങ്കിൽ അത് ലംഘിക്കപ്പെടുന്നതിൽ തെറ്റുണ്ടോ? മഹാത്മാഗാന്ധി നടത്തിക്കൊണ്ടിരുന്നതും അതേ നിയമലംഘനങ്ങളൊക്കെ തന്നെയാണ്. കടൽവെള്ളം കുറുക്കി ഉപ്പാക്കി മഹാത്മാഗാന്ധി അത് നമ്മളെ കാണിച്ചു തന്നു. സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെയും മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല. കർഷകരുടെ പേര് പറഞ്ഞ് രാഷ്ട്രീയം കളിച്ച് നടക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണം. കർഷകരുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ ഒരു റീത്തിന്റെ മുടക്ക് മാത്രമേ അവർക്കുള്ളൂ. അത് തിരിച്ചറിയാതെ കർഷകരെല്ലാം ഈ കാണുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ പിറകെ സിന്ദാബാദ് വിളിച്ച് നടന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അവനവന്റെ കാര്യം അവനവൻ തന്നെ നോക്കേണ്ട സ്ഥിതിയാണ്. കൃഷി നഷ്ടത്തിലാക്കിയത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അന്നത്തെ അപ്പത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവന്റെ പറമ്പിൽ അവിടെ കയറി അടപടലം നശിപ്പിക്കുക എന്നത് ഇന്ന് കാട്ടുമൃഗങ്ങളാണ്. ഇതിനെല്ലാം തടയിടുവാൻ വേണ്ടിയാണ് കർഷകർ ഭൂനികുതിയായും GST-യുമായും ഒക്കെ സർക്കാരിലേക്ക് നിർബന്ധിത പിരിവുകൾ നൽകുന്നത്. ലോകത്തെങ്ങുമില്ലാത്ത നികുതി ഘടനയുള്ള ഈ കേരളത്തിൽ ഈ നികുതികൾ മുഴുവൻ നൽകുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മാത്രമാണ്. അപ്പോഴാണ് വനം വകുപ്പിലെ ജീവനക്കാരെല്ലാവരും അവരെല്ലാം കൂടി ചേർന്ന് ഈ ശത്രുക്കളെ മുഴുവൻ കൂട്ടത്തോടെ അഴിച്ചുവിട്ടിരിക്കുന്നത്. വനം വകുപ്പിലെ മുഴുവൻ ജീവനക്കാരെയും പിരിച്ചുവിടാൻ മന്ത്രി തയ്യാറാകണം. ഇപ്പോൾ കൊടുക്കുന്നതിന്റെ 4 ശമ്പളം കൊടുത്താൽ മതി. നല്ല പുതിയ ചുറുചുറുക്കുള്ള പിള്ളേര് വന്ന് വനത്തിന് ചുറ്റും കാവൽ നിൽക്കും. അവർ ഇവിടുത്തെ കർഷകരെ രക്ഷിക്കും. കയ്യിലിരിക്കുന്ന കാശ് ശമ്പളമായി കൊടുത്തിട്ട് അവരെ സാറേ സാറേ എന്ന് വിളിക്കുന്ന ഈ രാജ്യത്ത് കർഷകർക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല. മൃഗങ്ങൾ ഒരാളെ കൊന്നു കഴിയുമ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ച നഷ്ടപരിഹാരം കൊടുത്തിട്ടും കാര്യമില്ല. മൃഗങ്ങളെ കാട്ടിൽ തളച്ചിടുവാനുള്ള നടപടികൾ വേണം സ്വീകരിക്കാൻ. അതിന് തയ്യാറാകാത്ത ഉദ്യോഗസ്ഥന്മാരെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിക്കണമെന്ന് മാത്രമല്ല, അതിനാദ്യം വേണ്ടത് ധൈര്യവും ഭാവനയുമുള്ള ഒരു മന്ത്രിയെ തന്നെയാണ്. ഏത് കേന്ദ്രത്തിന്റെ നിയമമാണെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരന് ദോഷകരമാണെങ്കിൽ, അത് ജനദ്രോഹമാണെങ്കിൽ അത് ലംഘിക്കാൻ കഴിവുള്ള മന്ത്രിയാണ് കർഷകർക്ക് ആവശ്യം. അല്ലാതെ പഴവും ചവച്ച് പൂച്ചക്കുട്ടിയെ കളിപ്പിച്ചിരിക്കുന്ന ഒരു മന്ത്രിയെ ആവശ്യമില്ല. ഈ മന്ത്രിയുടെ രഹസ്യ സംഭാഷണങ്ങളിൽ പൂച്ചക്കുട്ടി എന്ന അഭിസംബോധന തന്നെ അദ്ദേഹത്തിന് മൃഗങ്ങളോടുള്ള അമിതമായ വാത്സല്യത്തിന്റെ മറ്റൊരു തെളിവാണ്. മന്ത്രിയുടെ ഈ പൂച്ചക്കുട്ടി സ്നേഹം കേരളത്തിലെ കർഷകരോട് വേണ്ട. കർഷകർക്ക് വേണ്ടത് മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ്. വനത്തിൽ കയറി വേട്ടയാടുന്നവരെയും വനം നശിപ്പിക്കുന്നവരെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൈകാര്യം ചെയ്തു. ഇവിടെ ആർക്കും പരാതിയില്ല. വനത്തിൽ നിന്നും പുറത്തിറങ്ങി വന്ന് കൂട്ടത്തോടെ കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളെ, പ്രത്യേകിച്ച് കാട്ടുപന്നികളെ കർഷകർ ഗതികെട്ട് തല്ലിക്കൊന്നാൽ അതിന്റെ പേരിൽ കർഷകരുടെ വീട്ടിലെ ചമ്മന്തി പാത്രം പൊക്കി നോക്കാൻ ഒരുത്തനും വരരുത്. പട്ടിണിയും പരിവട്ടവുമായി നടക്കുന്ന കർഷകരെ സമരമാർഗങ്ങളിലേക്ക് തിരിക്കരുത്. അവരെ നിയമലംഘനത്തിന് പ്രോത്സാഹിപ്പിക്കരുത്. കേരളത്തിലെ മുഴുവൻ വനം വകുപ്പ് ജീവനക്കാർക്കും എതിരെ മൃഗങ്ങളെ കയറൂരി വിട്ട് കൃഷി നശിപ്പിച്ചതിനും കൊലപാതകത്തിനും കേസെടുത്ത് തുറുങ്കലിൽ അടയ്ക്കുകയാണ് വേണ്ടത്.